നിറയെ മുന്തിരിക്കുലകൾ തളിർത്തു നിൽക്കുന്ന ആ തോട്ടത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ ലിയോ എന്ന സന്യാസി ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കുന്നുണ്ട്, ഫ്രാൻസിസ്, ഈ മുന്തിരിക്കുലകൾ നിനക്കൊരു പ്രലോഭനമായി മാറുന്നുണ്ടോ? പണ്ട് നീ കുടിച്ച് അർമാദിച്ചിരുന്ന വീഞ്ഞിന്റെ ലഹരി നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? ഫ്രാൻസിസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇല്ല ലിയോ, ഇതിലും വലിയ സന്തോഷം നൽകുന്ന വലിയ ദൈവമഹത്വത്തെ ഞാനിന്ന് തിരിച്ചറിയുന്നു. ദൈവമഹത്വം നൽകുന്ന ആനന്ദം എന്താണെന്ന് ഞാനിന്ന് അനുഭവിക്കുന്നു. ഈ ലോകം നൽകുന്ന സന്തോഷങ്ങളെക്കാളും ലഹരികളെക്കാളും ഉപരിയാണത്. ദൈവമഹത്വത്തിന്റെ ആനന്ദം എന്തെന്ന് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിഞ്ഞ ഓരോ മനുഷ്യരുടെ ജീവിതത്തിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കും. ഇന്നലെ വരെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകളോർത്ത് അവർ അനുതപിക്കും. അവരുടെ ജീവിതം തന്നെ മാറും. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി അവർ രൂപാന്തരപ്പെടും. വചനം ഓർമ്മിപ്പിക്കുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി.